അവിടെ ഹറാമ് സംഭവിക്കുമെന്നുള്ളത് അതൊരു മനുഷ്യന്റെ വിവേകം അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഒട്ടകത്തെ പോയി കാണൽ ആരാധനയാണ് അർത്ഥത്തിൽ. വെറുതെ അതിന്റെ ഭംഗി ആസ്വദിക്കുക എന്ന ആസ്വാദനത്തിനപ്പുറം ദൈവിക സൃഷ്ടിപ്പിന്റെ വലിയ ശക്തിയെ കുറിച്ച് തിരിച്ചറിയാൻ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഈ അള്ളാഹു. അല്ലേ? തൃശ്ശൂർ ഒരു ചാവാളി ഒട്ടക. അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകണം, അവിടെ പോയി കാണണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അങ്ങനെയല്ലേ അള്ളാഹു പറഞ്ഞത്? അതല്ല വെറുതെ ഒട്ടകത്തെ കാണാൻ ഒരു രീതിയിൽ ഓതാൻ വേണ്ടിയിട്ട്. ഒട്ടകത്തെ എങ്ങനെയാ? ഒട്ടകത്തിന്റെ മൂക്കിന്റെ ഉള്ളിൽ അള്ളാഹു ഒരു അരിപ്പ കൊടുത്തിട്ടുണ്ട്. എന്തിന്? മരുഭൂവാഹനമായ ഈ സാധനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരുക്കാറ്റ് വന്നാൽ മണല് തെറിച്ചു കയറും അതിന്റെ ഉള്ളിലേക്ക്. അതിനെ സംരക്ഷിക്കാൻ അള്ളാഹു ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ണടച്ചാലും ഒട്ടകത്തിന് കണ്ണ് കാണാൻ പറ്റും, അല്ലെങ്കിൽ കണ്ണ് തുറന്നു പിടിച്ചാലും അതിന്റെ കണ്ണിലേക്ക് ഇത് കയറൂല, മണല് കയറൂല. നമ്മൾ മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ടുള്ളൂ, എ സി കാറിൽ നിന്ന് പുറത്തേക്ക്, പിന്നെ റൂമിന്റെ എ സിയിലേക്ക്, ഓഫീസിലേക്കുള്ള എ സിയിലല്ലേ പോയിട്ടുള്ളൂ. മരുഭൂമിയിൽ എടുക്ക് യാത്ര ചെയ്ത് നോക്കൂ. UAE പോയി മരുഭൂമി കാണാത്തവരുണ്ടാവും. മണൽക്കാറ്റടിച്ച ബുദ്ധിമുട്ടാ, നടക്കാൻ പറ്റൂല. അതിന്റെ കാൽപാദങ്ങൾ മരുഭൂമിയുടെ ഊഷ്മാവിനെ തടയാൻ ശക്തിയുള്ള ബ്ലാഡർ രൂപത്തിലാണ്. എത്രയോ അത്ഭുതങ്ങൾ ഒട്ടകങ്ങളിലുണ്ട്. അതിന്റെ 7 ദിവസത്തോളം വെള്ളമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന വെള്ള സംഭരണി ഒട്ടകത്തിന്. ഇതൊക്കെ അള്ളാഹു പറഞ്ഞത് എന്തിനാ? അള്ളാഹുവിന്റെ കരുണയെ കുറിച്ച് തിരിച്ചറിയാൻ. ഒന്ന്, ആ ജീവിയോട് അള്ളാഹു കാണിച്ച കരുണ. 2, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അപാരമായ വൈഭവം, മാനുഫാക്ചറിംഗ് പവർ മനസ്സിലാക്കാൻ. അല്ലാതെ കരഞ്ഞിട്ട് മരിച്ചു പോയിട്ട് എന്താ കാര്യം? ഇതൊക്കെ ജീവിച്ച് തീർക്കേണ്ടതല്ലേ? രണ്ടാമത് ഖുർആൻ പറഞ്ഞു, വഇലൽ ജിബാലി വഇലസ് സമായി കൈഫ റുഫിഅത്. പള്ളിയിൽ നിന്ന് നമ്മൾ ഓതുക, ആകാശമണ്ഡലത്തെ എങ്ങനെയാ ഉയർത്തിയത് എന്ന് നിങ്ങൾ കാണുന്നില്ലയോ? ആര് കാണുന്നു? എപ്പോഴാ ആകാശത്തേക്ക് നമ്മൾ നോക്കിയിട്ടുള്ളത്? കടം വന്നാ പഠിച്ചോനെ. കാരണം അള്ളാഹു മേലെയാണല്ലോ ഇരിക്കണത്, അല്ലേ? അപ്പൊ നമ്മൾ മേൽക്കൂ. അത് സ്പേസ് സയൻസ് പഠിക്കണമെന്നതല്ലേ ഈ പറഞ്ഞതിന്റെ താല്പര്യം? ആകാശ ഗഗന സഞ്ചാരത്തെ കുറിച്ച് പഠിച്ചു ആദ്യമേരായ നമ്മുടെ പൂർവ്വഗാമികളായ ഈമാനും തഖ്വയുമുള്ള നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ. ഞാൻ ക്യാമ്പിൽ പറഞ്ഞു, മനുഷ്യന് പറക്കാൻ കഴിയുമെന്നതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് സ്പെയിൻ ലോകത്തിന് സമ്മാനിച്ച മഹാനായ പണ്ഡിതനാണ്. ഇതൊരു നിസ്സാര കാര്യമാണോ? നമുക്കിന്ന് IAS ഡോക്ടർമാരൊക്കെ ഉണ്ട്, പക്ഷെ ഈമാനില്ലാത്തവരായി പോയി എന്ന് മാത്രം. എല്ലാവരെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് വാദിക്കുന്നവരും അതിനുവേണ്ടി ട്രെൻഡ് നടത്തുന്നവരും ടൈംസ് ടു റിവൈവ് എഡ്യൂക്കേഷൻ നോട്ടിലെ എന്ന പേരിൽ ട്രെൻഡ് നടത്തുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അവർക്കൊരു ബേസ് ഉണ്ടായിരുന്നു. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവർ ജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തി. കേവലം ചന്ദ്രനിൽ പോയി താമസിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ അപാരമായ കുദറത്തിന്. ആ മണ്ഡലം ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ, അതിന്റെ സമസന്തുലാവസ്ഥയെ, കാലാവസ്ഥയെ മാറ്റിമറിക്കുന്നതിൽ എന്തു പങ്കാണ് നിർവഹിക്കുന്നത് എന്ന് പഠിച്ചു. കണ്ണട പോലും കണ്ടുപിടിക്കാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഅ്മിനെ നമ്മുടെ മുൻഗാമികൾ എന്ത്? അള്ളാഹുവിനോട് നീതി പുലർത്തുകയായിരുന്നു അവനെ കണ്ടെത്താൻ. പർവ്വതത്തെ നിങ്ങൾ കാണുന്നില്ലയോ? അപ്പോ പെരുന്നാളിന് ടൂർ പോകേണ്ടത് എറണാകുളത്ത് വീഗാലാൻഡിലേക്കല്ല. എല്ലാവരും കൂടി കുട്ടികളെയും മക്കളെയും കൂടി വീഗാലാൻഡിൽ പോകുക. ബർമടട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചാടുക, ഈ അബുദാബിയിൽ പെണ്ണുങ്ങൾ നടക്കുന്ന പോലെ, അല്ലേ? അത് കാണാനേ പോകുന്നു. പോണ്ടത് എവിടുക്ക? പൊള്ളാച്ചിക്കപ്പുറമുള്ള, പാലക്കാടിന്റെ അപ്പുറമുള്ള, പൊള്ളാച്ചിക്ക് അപ്പുറമുള്ള വാൾപ്പാറയിലേക്ക് പോകണമെന്ന ഖുർആൻ പറയുന്നത്. നിങ്ങൾ വിവാദം ഉണ്ടാക്കണ്ട, വാൽപ്പാറ ഖുർആനിൽ പറഞ്ഞിട്ടൊന്നുമില്ല. വാൽപ്പാറയുടെ പ്രത്യേകത എന്താ? അവിടെ നേച്ചുറാലിറ്റി ഉണ്ട്, അള്ളാഹു കനിഞ്ഞു നൽകിയ പ്രകൃതിയുണ്ട്. ഞാനതിന്റെ എന്താ പറയുക, എക്സിക്യൂട്ടീവ് ഒന്നുമല്ല. അവിടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ എനിക്ക് കമ്മീഷൻ കിട്ടുമൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയാൽ മതി. ഇതിൽ വയനാട്ടുകാരുണ്ടല്ലോ, അല്ലെങ്കിൽ വയനാട്ടിൽ പോയാൽ മതി. നമ്മുടെ സക്കരിയ ഉസ്താദിന്റെ നാട് വയനാട്ടിലല്ലേ? മലപ്പുറം, കോഴിക്കോട്.
അവിടെ പോയി കാണൂ നിങ്ങൾ. ആളിയാർ ഡാം മുകളിൽ നോക്കുമ്പോൾ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ആളിയാർ ഡാമിന്റെ മുകളിലൂടെ പെണ്ണ് തുണി വെച്ചിട്ട് നടക്കണുണ്ടോന്നല്ല നോക്കേണ്ടത്. അല്ലാഹുവേ, നിന്റെ സൃഷ്ടിപ്പിന്റെ മനോഹരിത എന്തുമാത്രമാ! പച്ചപ്പട്ടണിഞ്ഞ പോലെ മനോഹരമായി ചമഞ്ഞു കിടക്കുന്ന ആ മലയോരങ്ങളെ കണ്ട അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞു പോകും. അത് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കരുണയെയും സ്നേഹത്തെയും കുറിച്ച് ഇതിലെന്താ കരുണ?